ബഹ്റൈൻ ദേശീയ ദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യം രക്തസാക്ഷി ദിനം ആചരിച്ചു. ബഹ്റൈന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര സൈനികരുടെ ഓർമ്മ പുതുക്കുന്നതായിരുന്നു ചടങ്ങ്. സൈനികവും മാനുഷികവുമായ ദൗത്യങ്ങൾക്കിടയിൽ ബഹ്റൈനു വേണ്ടി ജീവൻ വെടിഞ്ഞ മനുഷ്യരുടെ ത്യാഗം വരും തലമുറകൾക്ക് എന്നും പ്രചോദനമാണെന്ന് ഹമദ് രാജാവ് ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര സൈനികരുടെ ഓർമ്മ പുതുക്കുന്ന രക്തസാക്ഷി ദിനത്തിലായിരുന്നു രാജാവിന്റെ സന്ദേശം. രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി സാക്കിർ പാലസിൽ ഹമദ് രാജാവിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക ചടങ്ങുകൾ നടന്നു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും മറ്റുന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ്, ആഭ്യന്തര മന്ത്രാലയം, നാഷണൽ ഗാർഡ്, നാഷണൽ ഇന്റലിജൻസ് ഏജൻസി തുടങ്ങി എല്ലാ സുരക്ഷാ വിഭാഗങ്ങളിലും സേവനമനുഷ്ഠിക്കവേ വീരമൃത്യു വരിച്ചവരെ ആദരിക്കുന്നതായി ഹമദ് രാജാവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. രക്തസാക്ഷികൾക്കായി 1 മിനിറ്റ് മൗനം ആചരിക്കുകയും ആദരസൂചകമായി പീരങ്കി വെടി മുഴക്കുകയും ചെയ്തു. ശേഷം റോയൽ ബഹ്റൈൻ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് ഫ്ലൈ പാസ്റ്റ് നടത്തി ആദരമർപ്പിച്ചു. പ്രഭാഷകൻ ഷെയ്ഖ് അദ്നാൻ അൽ ഖത്താൻ രക്തസാക്ഷികൾക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തി. മീഡിയ 1 ബഹ്റൈൻ.